കേരളത്തിലെ യുവജന സംഘടനകളെ, പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, സെലിബ്രിറ്റീസ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങൾ ജന്തർ മന്ദറിൽ നൽകിയ കോൺട്രിബ്യൂഷൻ, നിങ്ങൾ ജന്തർ മന്ദറിൽ നൽകിയ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അതായത് 2016 മുതൽ 2026 വരെ 6 തവണയാണ് നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാൽ പ്രാക്ടീസ് നടന്നത്. 6 തവണയാണ് എക്സാം ഭാഗികമായിട്ടോ പൂർണ്ണമായോ മാറ്റിവെക്കേണ്ടി വന്നതും മറ്റൊരു എക്സാം കണ്ടക്ട് ചെയ്യേണ്ടി വന്നതും. അതിനുറപ്പായിട്ടും സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഒരു തവണ അബദ്ധമാണ്, 2 തവണ നമുക്കിത് ക്ഷമിക്കാം, പക്ഷെ 6 തവണ ഒന്നും പറയാനില്ല, രാജിവെച്ചേ പറ്റത്തുള്ളൂ. രാജിവെച്ചു. സൂപ്പർ. എൻ്റെ ക്വസ്റ്റ്യൻ ഇനി നിങ്ങളോടാണ്, നേരത്തെ പറഞ്ഞ ആൾക്കാരോട്. ഇവിടെ കേരളത്തിൽ ഇതേപോലെ ഒരു പ്രശ്നം വന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ല? നിങ്ങളുടെ ഇൻസ്റ്റാ പോസ്റ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല? ബാക്കി ആരുടെയും സ്റ്റാറ്റസ് അവിടെ കാണുന്നില്ല? കേരളം ഇന്ത്യയിലല്ലേ? മറ്റൊരു സംസ്ഥാനത്ത് പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇടപെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിലെ യഥാർത്ഥ ഉദ്ദേശം? അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്താ സംഭവം? അറിയത്തില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. അതായത് ഇപ്പോൾ കേരളത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലായിട്ട് നിലവിൽ LP UP റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട, ആദ്യ റാങ്കിൽ ഉൾപ്പെട്ട ആൾക്കാർ വരെ സമരം നടത്തുന്നുണ്ട്. അവർ മുട്ടിലഴിഞ്ഞ സമരം നടത്തുന്നുണ്ട്, മണ്ണ് വാരി തിന്ന സമരം നടത്തിയിട്ടുണ്ട്. എന്തിനാന്നല്ലേ? ജോലി കിട്ടാനായിട്ട്. അതായത് ആ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 9 മാസമായിട്ടും ഇതുവരെ ആദ്യ റാങ്കുകാർക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല. ആദ്യ റാങ്കുകാർക്ക് പോലും നിയമനം നടന്നിട്ടില്ല. അപ്പോൾ അവർ കുറേ തവണ ഓരോരുത്തരുടെയും മുന്നിൽ ഒരു ചാൻസിനായി നിന്നു, ഒരു മീറ്റിങ്ങിനായി എല്ലാവരെയും സമീപിച്ചു. ആരും അവരെ അങ്ങോട്ട് കയറ്റിയില്ല. അവർ, അല്ലെങ്കിൽ നമ്മൾ അവരെ സമരത്തിലേക്ക് കൊണ്ടുവന്നിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കാം, 3 ആഴ്ച കൊണ്ട് അവരവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചകളായിട്ട് അവരവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ അവരെ സപ്പോർട്ട് ചെയ്തു? എത്ര ഇൻഫ്ലുവൻസേഴ്സ് അങ്ങോട്ടൊന്ന് പോയി? എത്ര സെലിബ്രിറ്റീസ് അങ്ങോട്ടൊന്ന് പോയി? എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് അവർക്ക് സപ്പോർട്ട് കൊടുത്തു? ആരുമില്ല. ആരും അങ്ങോട്ട് പോയിട്ടില്ല. എന്താണ് കാരണം? അതേപോലെ തന്നെ 2025 KDRB എന്നൊരു ഏജൻസി കേരളത്തിലുണ്ട്. കേരളത്തിലെ ദേവസ്വം റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അവരാണ്. 2025 KDRB കുറെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD, ഗുരുവായൂർ ദേവസ്വം ബോർഡ് OA പരീക്ഷകൾ, അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് OA പരീക്ഷകൾ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് LD, ദെൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് LD, അങ്ങനെ പറഞ്ഞ് കുറേ നോട്ടിഫിക്കേഷൻസ് കൊണ്ടുവന്നു. ഇതുവരെ അതിലൊരു നിയമനം പോലും നടന്നിട്ടില്ല. ഒരു റാങ്ക് ലിസ്റ്റ് പോലും നിലവിൽ വന്നിട്ടില്ല. 2 വർഷമായി. എന്തേ ആർക്കും ഒന്നും പ്രതിഷേധിക്കാൻ പറ്റത്തില്ല? അതേപോലെ ഈ മാസം 10th പ്രിലിംസിന്റെ എക്സാം, ഈ മാസം 10th പ്രിലിംസിന്റെ എക്സാമിന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതായത് ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ പൊട്ടിച്ചങ്ങ് കൊടുത്തു. സോ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാരെ ബാധിച്ചുകൊണ്ട് ആ എക്സാം മാറ്റി. അപ്പോൾ കുട്ടികൾക്കൊന്ന് സ്ട്രെസ് വരത്തില്ലേ? ഒരു എക്സാമിന്റെ അവസാന പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നറിയാം? ലാസ്റ്റത്തെ ഒരാഴ്ച അവന് പ്രോപ്പറായിട്ട് ഉറക്കം കാണത്തില്ല. മാരത്തോൺസ് കണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് മൊത്തം നോക്കി തീയായിട്ടാണ് ലാസ്റ്റത്തെ ഒരാഴ്ച പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് ഫലമില്ലാതെ വരുമ്പോൾ അവർക്കും ഈ സ്ട്രെസ് എല്ലാം വരും. പക്ഷെ എന്തുകൊണ്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല? ഇനി വേറൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ഒരു റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് ChatGPT എന്നാണ് ക്വസ്റ്റ്യൻസ് ഇട്ടത്. ChatGPT AI യൂസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്തത്. അതിൽ 54 ക്വസ്റ്റ്യനോളം ഓപ്ഷൻ B ആയിരുന്നു. 54 ക്വസ്റ്റ്യനോളം ഓപ്ഷൻ B. എന്തേ ആരും ഒന്നും മിണ്ടാത്തത്? ഇനി ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കുക, കേരള PSCയുടെ. അതിൽ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുന്നത് ChatGPT യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ AI യൂസ് ചെയ്തുകൊണ്ടാണ്. എന്തേ ആർക്കും ഒന്നും പ്രതിഷേധിക്കണ്ട? അതേപോലെ ഒരു പരീക്ഷയ്ക്ക് 5 ഡിലീഷനും 5 ആൻസർ ചേഞ്ചും ഒക്കെയാണ് വരുന്നത്. 100 മാർക്കിൽ 5 ഡിലീഷൻ 5 ആൻസർ ചേഞ്ച്. മര്യാദയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പോലും പറ്റുന്നില്ല. എന്തേ ആർക്കും ഒന്നും പ്രതിഷേധിക്കണ്ട? അതേപോലെ ഇന്നലെ KDRBയുടെ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. KDRBയുടെ എക്സാം ഇന്നലെ നടന്നു. അതിനകത്തൊരു വലിയ സിലബസ് ഒക്കെ കൊടുത്തു. പക്ഷേ ഔട്ട് ഓഫ് സിലബസ് ആണ് ക്വസ്റ്റ്യൻസ് മൊത്തം വന്നത്. 2023 നൊബേൽ പ്രൈസ് ആണ് എടുത്ത് ചോദിച്ചത്. അത് കറണ്ട് അഫയേഴ്സ് എന്നാണ് പേര് കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യൻസ് മൊത്തം വന്ന 2023 നൊബേൽ പ്രൈസ്, അല്ലെങ്കിൽ സിലബസുമായിട്ട് ബന്ധമില്ലാത്ത മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് മൊത്തം വന്നേക്കുന്നത്. എന്തേ ആരും ഒന്നും മിണ്ടുന്നില്ല? എന്തേ ആരും ഒന്നും പ്രതിഷേധിക്കുന്നില്ല? അപ്പോൾ സെലക്റ്റീവായിട്ട് മാത്രം പ്രതിഷേധിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ ഭയമാണോ? എനിക്ക് ആ ഭയം നന്നായിട്ട് മനസ്സിലാവും. കാര്യം ഈ വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാം.
നീ സംഖ്യയില്ലടാ, നീ കുങ്ങിയല്ലടാ, നീ കമ്മിയല്ലടാ, ആ കമൻസ് ഒക്കെ വരാം. എനിക്കൊന്നുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യം ഞാനിവിടെ പറയും. അത് പറയാൻ എനിക്ക് നട്ടലില്ല എങ്കിൽ അന്ന് അമലെന്നൊരു വ്യക്തിയില്ല, അമലെന്നൊരു വ്യക്തി അവിടെ ഇല്ല. സോ ഇവിടെ ഇത്രയും പ്രതിഷേധം നടക്കുമ്പോൾ ആർക്കും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളും ഇതേ സ്ഥലത്തിരുന്ന് പ്രതിഷേധിക്കും. നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ സഹോദരിയും ഇതേ സ്ഥലത്തിരുന്ന് പ്രതിഷേധിക്കും. ഞാനങ്ങനെ പറയുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ കൂടെ നിന്ന് പ്രതിഷേധിച്ച ആൾക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു മീറ്റിങ്ങിന് പോലും അവരെ ക്ഷണിക്കുന്നില്ല, ഒരു ചർച്ചയ്ക്ക് പോലും അവരെ ക്ഷണിക്കുന്നില്ല. എന്തോരം പ്രതീക്ഷയോടെയാണ് കേരളം നിങ്ങളെ അധികാരത്തിലേറ്റിയത്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. അതായത് കേരള PSCയിലെ ചെയർമാൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെക്കാളും കൂടുതലുള്ള സാലറിയാണ്, കേരള മുഖ്യമന്ത്രിയെക്കാളും കൂടുതലുള്ള സാലറിയാണ്. അത്രയും സാലറിയിലാണ് ചെയർമാൻ അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത്രയും അംഗങ്ങൾ PSC ബോർഡിലുണ്ട്. UPSCയിൽ പോലും ഇത്രയും അംഗങ്ങളില്ല, ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും ആൾക്കാരില്ല. പക്ഷേ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്, ലക്ഷങ്ങൾ അവർക്ക് ശമ്പളമുണ്ട്. എന്തിനാണ് കൊടുക്കുന്നത്? ഒരു എക്സാം പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു റിസൾട്ട് പ്രോപ്പറായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല, എത്ര വേക്കൻസി ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. എന്ത് സിസ്റ്റമാണ് നമുക്കുള്ളത്? അപ്പോൾ സത്യത്തിൽ പൊളിച്ചെഴുത്ത് നടത്തേണ്ടത് ആ സിസ്റ്റത്തിലാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? SSC ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് എങ്ങനെയാണ്? റെയിൽവേ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് എങ്ങനെയാണ്? ഇത്ര നമ്പർ ഓഫ് വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രൂപ്പ് D എക്സാം എടുക്കുകയാണ്, 32,000 വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വരും. NTPC എക്സാം എടുക്കുന്നു, 8,750 വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വരുന്നു. സെക്ഷൻ കൺട്രോൾ എടുക്കുന്നു, 1000 വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വരുന്നു. അതായത് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇത്രയും വലിയ ഏജൻസിക്ക് വേക്കൻസീസ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, അപ്കമിങ് വേക്കൻസീസ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റത്തില്ലേ? കേരളം എന്ന ഇട്ടാവട്ടത്തുള്ള ഇച്ചിരിയുള്ള ഈ സംസ്ഥാനത്ത് അറിയാൻ പറ്റത്തില്ലേ? ഇന്ന വർഷം ഇന്ന ആള് പെൻഷൻ ആവുമെന്ന് അറിയാൻ പറ്റത്തില്ലേ? അറിയാൻ പറ്റും. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയാൽ, വേക്കൻസി നേരത്തെ അറിയാൻ പറ്റിയാൽ, പിന്നെ എങ്ങനെ പിൻവാതിൽ നിയമനം നടത്തുമല്ലോ? എങ്ങനെ പാർട്ടിക്കാരെ കുത്തിത്തിരിക്കി കയറ്റും? ഞാനിതൊരിക്കലും ഒരു ഗവൺമെന്റിനെ പറഞ്ഞതല്ല, എല്ലാവരെയും ചേർന്ന് പറഞ്ഞ. നാളെ ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം മാറ്റാനുള്ള നട്ടല് കാണിക്കേണ്ടത് ഈ ഗവൺമെൻറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. LP UPയുടെ കേസ് എടുക്കുന്നു. നിലവിലെ റേഷ്യോ 1:35 ആണ്. അതായത് 35 കുട്ടികൾക്ക് ഒരു ടീച്ചർ. അപ്പം 35 കുട്ടികൾക്ക് ഒരു ടീച്ചർ പോരെ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ ഈ 2 മക്കളെ കൃത്യമായിട്ട് എത്ര പേർക്ക് നോക്കാൻ പറ്റുന്നുണ്ട്? 2 മക്കളെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അപ്പോൾ ഒരു അധ്യാപകൻ എങ്ങനെ 35 കുട്ടികളെ നോക്കാൻ പറ്റും? കൊച്ചു കുട്ടികളെ നോക്കാൻ പറ്റും? ഇപ്പോൾ ഒരു വലിയ കുട്ടിയാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല, അവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കൊച്ചു കുട്ടികൾ അങ്ങനെയല്ല. അപ്പോൾ ഈ 35 കുട്ടികൾ ഒരു അധ്യാപകൻ ഒരിക്കലും നോക്കാൻ പറ്റത്തില്ല. അവിടെ റേഷ്യോ 1:25 ആക്കണമെന്നുള്ള ന്യായമായിട്ടുള്ള ആവശ്യമാണ് അവർക്കുള്ളത്. വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യം. പക്ഷേ ഒരു നടപടി മുമ്പോട്ട് പോകുന്നില്ല. ഇനി എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ പൈസ കൊടുത്ത് എക്സാം എഴുതാതെ, കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാതെ പൈസ കൊടുത്ത് കയറിയ ആൾക്കാർക്ക് മൊത്തം നല്ല സംരക്ഷണമുണ്ട്. സർക്കാർ ശമ്പളം കൊടുക്കുന്നു അവർക്ക്. എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? എന്നിട്ട് നിയമനം നടത്തുന്ന ആരാണ്? ആ മാനേജ്മെൻറ്റാണ്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ ഒരു സങ്കടം വരുന്നത്, ഇവിടെ ഇവർ മുട്ടിലെഴയുമ്പോൾ അവരവിടെ പൈസയും കൊടുത്ത് അവർ ജോലിക്ക് ഇറങ്ങി പോവുകയാണ്. ആ നിയമന സത്യത്തിൽ PSCക്കല്ല വിടേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് ഇനി മുതൽ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം ഗവൺമെൻറ് ആയിരിക്കും നടത്തുന്നത്, PSC ആയിരിക്കും നടത്തുന്നത്. ആരാണ് നിങ്ങളെ എതിർക്കാൻ പോകുന്നത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു എതിർപ്പ് വരാൻ പോകുന്നത്? എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തല്ലേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ഒരു ആർജവം കാണിക്കുന്നില്ല. ഇനി ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട്, അതും പറയണം കേട്ടോ. ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് അടുത്ത മാസം സെപ്റ്റംബറിൽ മെയിൻസ് എക്സാം നടക്കാൻ പോവുകയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ മെയിൻസ് എക്സാം സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നു. ഒക്ടോബറിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് SBCID പരീക്ഷ നടക്കാൻ പോകുന്നു. പക്ഷേ ഇതുവരെ ആയിട്ടും പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എങ്ങനെ ഒരു കുട്ടിക്ക് മനസ്സമാധാനത്തോടെ പഠിക്കാൻ പറ്റും? എന്താണ് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട്? ഇത്രയും ആൾക്കാർ PSCയിലല്ലേ, ഇത്രയും വലിയൊരു സന്നാഹം നിങ്ങൾക്കില്ലേ, ഇത്രയും വലിയൊരു സിസ്റ്റം നിങ്ങൾക്കില്ലേ? എൻ്റെ മര്യാദയ്ക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് റിസൾട്ട് വരാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് നമുക്കിങ്ങനെയുള്ള എക്സാം നടത്തുന്ന ഏജൻസീസ്? KDRB, KPSC, നിങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞു. നാളെ നിങ്ങൾക്ക് എതിരായിരിക്കും ഇവിടെ പ്രക്ഷോഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം.
ഇന്ത്യയിലെ സെൻട്രൽ മിനിസ്റ്ററേക്കാളും വലിയൊരു ഏജൻസിയല്ല ആരും. അവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും അത് ബാധകമാണ്. ഇതുവരെയുള്ള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ സ്ട്രൈക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതൊരു ഫുൾ സ്വിങ്ങിലായി കഴിഞ്ഞാൽ, ആ സമരം വിജയിച്ച ചരിത്രം മാത്രമേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ, ലോകത്തുണ്ടായിട്ടുള്ളൂ. എന്തിനാണ് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വിദ്യാർത്ഥികളെ ഇറക്കി വിടുന്നത്? നമുക്ക് ഇന്ന് ഒന്ന് ആലോചിച്ച് ഒരു മീറ്റിങ്ങിൽ ഒരു കാര്യം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് അത് പരിഹരിക്കാതെ നീട്ടി കൊണ്ടുപോകുന്നത്? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിലവിൽ LP-UP ഒരു ഇഷ്യൂ ഞാൻ എടുക്കുകയാണ്. അവിടെ നമ്മളെല്ലാവരും അതിന് ഉത്തരവാദിയാണ്. കാരണം എന്താണെന്നറിയാം? നമ്മൾ എത്ര പേർ നമ്മുടെ മക്കളെ, നിങ്ങളുടെ മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്? എത്ര പേര് പഠിപ്പിക്കുന്നുണ്ട്? എത്ര സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്? ഈ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ മക്കളെ ഗവൺമെൻറ് സ്കൂളിലാണ് വിടുന്നത്. വളരെ 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 നാമമാത്രമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവരുടെ മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ വിടുന്നുള്ളൂ. ഇനി ഗവൺമെൻറ് ടീച്ചർമാരെ എടുക്കുകയാണ്. ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർ എത്ര പേർ അവരുടെ മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ വിടുന്നു? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട്? എങ്കിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ടീച്ചർമാരോട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത്, എൻ്റെ മക്കളെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് വിടുന്നത്, അത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കാൻ, ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാൻ ധൈര്യമുണ്ടോ? ടേക്ക്. നമ്മളെല്ലാം ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ബാക്കിയെല്ലാവരും ഒറ്റപ്പെടും. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ജോലി മാത്രം മതി, അല്ലാതെ മക്കളെ ഒന്നും സ്കൂളിലോട്ട് വിടാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിലവിൽ സർവീസിൽ കയറിയ ടീച്ചർമാർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം, ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ നാടെടുക്കുകയാണ്, കാട്ടാക്കട എന്ന് പറയുന്ന എൻ്റെ നാടെടുക്കുകയാണ്. ഈ കാട്ടാക്കടയിൽ ഫുൾ അഡ്മിഷനിൽ വർക്ക് ചെയ്യുന്ന 7ഓളം പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. ഒരു കുഞ്ഞ് റിമോട്ട് ഏരിയയാണ് കാട്ടാക്കട, ഒരു ഗ്രാമം, മലയോര ഗ്രാമം. അവിടെ നമുക്കിപ്പോൾ പെട്ടെന്ന് പോയി അഡ്മിഷൻ കിട്ടാത്ത 7 സ്കൂളുകൾ എൻ്റെ നാട്ടിലുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. പക്ഷേ എൻ്റെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളുകൾ എടുക്കുകയാണെങ്കിൽ അവിടെ കുട്ടികളില്ല, വളരെ കുറവാണ്. എന്തായിരിക്കും കാരണം? ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഞാൻ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സേഫാണ്. ഇനി എന്നെ പിരിച്ചുവിടാനൊന്നും പറ്റത്തില്ല. ഞാൻ പഠിപ്പിച്ചാൽ എന്ത്, പഠിപ്പിച്ചില്ലെങ്കിൽ എന്ത്, എനിക്ക് എൻ്റെ സാലറി കിട്ടത്തില്ല. പിന്നെ ഞാൻ എന്തിനു കുട്ടികളെ സ്നേഹിക്കാൻ പോകണം? ഞാൻ എന്തിനിങ്ങനെ റിസ്ക് എടുക്കാൻ പോകണം? ഞാൻ എന്തിനിങ്ങനെ അവന് മനസ്സിലാവാൻ വേണ്ടി 10 തവണ പറയണം? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നാളെ അടുത്ത റാങ്ക് ലിസ്റ്റും ഇതേപോലെ തന്നെയാവും. നിയമനം നടക്കത്തില്ല. ഒന്നാമത് കേരളത്തിൽ ബർത്ത് റേറ്റ് കുറയാം. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു കാര്യമാണ്. അതായത് കുട്ടികളുടെ തലയെണ്ണുന്ന സമയത്ത് ആധാർ എൻറോൾ ചെയ്ത കുട്ടികളെ മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതും ഇതിനെ ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റി മാക്സിമം കുട്ടികളെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് കൊണ്ടുവരേണ്ട ഇനീഷ്യേറ്റീവ്സാണ് ഓരോ സ്കൂളും എടുക്കേണ്ടത്. ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ഗവൺമെൻറ് സ്കൂൾ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികളെ ആ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള എന്ത് ഇനിഷ്യേറ്റീവാണ് എടുക്കുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഒരു സ്കൂൾ എടുക്കേണ്ട ആവശ്യമാണ്. നമ്മളൊക്കെ ഗവൺമെൻറ് ജോലിക്കാരല്ലേ, എന്തിനാണ് നമ്മളിങ്ങനെ മെനക്കെറണം? നമ്മൾ എന്തിനാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്? നമുക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിൽ സാലറി കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ സേഫായി, നിങ്ങൾക്ക് ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളിൽ ഞാൻ എല്ലാവരെയും പറയുന്നില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഓർമ്മ, ഞാൻ പഠിച്ചൊരു ഗവൺമെൻറ് സ്കൂളിലാണ്. ഇപ്പോഴും എനിക്ക് 2 പേരെടുത്ത് പറയാൻ പറ്റും. പ്രിയ ടീച്ചർ, നിഷ ടീച്ചർ. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ടീച്ചർമാരാണ്, എന്നെ വഴി നടത്താൻ പഠിപ്പിച്ച ടീച്ചർമാരാണ്. അതായത് ഇത്രയും ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് 2 പേരുടെ പേര് മാത്രം നന്നായിട്ട് ഓർമ്മ കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? കുറച്ച് ആൾക്കാർ കുട്ടികളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ ആ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരും? അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് ഈ കാര്യം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ, ഗവൺമെൻറ് ഇടപെട്ടാൽ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ദയവേത് അത് ചെയ്യുക. നമ്മുടെ എല്ലാം ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പാർട്ടീസ്, നിങ്ങൾ ഇടപെടേണ്ട സമയമായി. ഓക്കെ, എനിക്ക് വേറൊന്നും പറയാനില്ല ഇതിനകത്ത്. എല്ലാം നല്ലതാവും, എല്ലാം ഓക്കെ ആവും, അങ്ങനെ മാത്രം പ്രതീക്ഷയുണ്ട്. താങ്ക് യു.